നമസ്കാരം. IPL 18-ാം സീസണിൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ടീമാണ് ലക്നൗ സൂപ്പർ ജയൻസ്. KL രാഹുലിനെ പുറത്താക്കി പകരം ഋഷഭ് പന്തിനെ നായകനാക്കിയാണ് ഇത്തവണ ലക്നൌവിന്റെ വരവ്. ഡൽഹിയുടെ നായകസ്ഥാനം ഉപേക്ഷിച്ച് ലക്നൌവിലേക്ക് പോയ ഋഷഭിന് വലിയ നാണക്കേടാകുന്ന തോൽവിയാണ് നേരിടേണ്ടി വന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭിന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു. 6 പന്ത് നേരിട്ട് റണ്ണൊന്നും എടുക്കാതെ പുറത്താവുകയും ചെയ്തു. ഋഷഭ് പന്തിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തിയത് ലക്നൌവിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മത്സരത്തിന് ശേഷം ഋഷഭ് പന്തുമായി ലക്നൗ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക സംസാരിച്ചിരുന്നു. അവസാന സീസണിൽ ലക്നൌവിന്റെ തോൽവിയിൽ നായകനായിരുന്ന KL രാഹുലിനെ സഞ്ജീവ് ഇത്തരത്തിൽ പരസ്യമായി ശകാരിച്ചിരുന്നു. ഇതാണ് രാഹുൽ ടീം വിടാൻ കാരണമായതും. ഇത് വലിയ വിവാദമായി മാറിയിരുന്നു. ഇപ്പോൾ ഋഷഭിനോട് സഞ്ജീവ് സംസാരിച്ചതും വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഋഷഭിനോട് പറഞ്ഞ കാര്യം സഞ്ജീവ് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. ടീമിന്റെ പ്രകടനത്തിൽ സംതൃപ്തിയാണ് ഉള്ളത് എന്ന് മാത്രമാണ് ഗോയങ്ക പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയോട് വിജയിക്കേണ്ട കളിയാണ് തോറ്റതെങ്കിലും ആദ്യ മത്സരത്തിലെ ടീമിന്റെ പ്രകടനത്തിൽ വലിയ വിഷമമൊന്നുമില്ല എന്നാണ് സഞ്ജീവ് പറയുന്നത്. മത്സരശേഷം താരങ്ങളുടെ പ്രകടനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു അദ്ദേഹം. പോസിറ്റീവായ പല കാര്യങ്ങളും മത്സരത്തിലുണ്ടായി. ആദ്യ മത്സരം എന്ന നിലയിൽ ടീമിന്റെ ആകെയുള്ള പ്രകടനം സംതൃപ്തി നൽകുന്നതാണെന്നാണ് സഞ്ജീവ് പറയുന്നത്. നായകൻ ഋഷഭ് പന്തിനോടും ഇതേ കാര്യമാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറയുകയാണ്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ പ്രകടനം നോക്കുമ്പോൾ ടീമിന്റെ തോൽവി തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു. 8 വിക്കറ്റിന് 280 റൺസ് എന്ന മികച്ച സ്കോർ അടിച്ചെടുക്കാൻ ലക്നൌവിന് സാധിച്ചു. ബൗളിംഗിന് ഇറങ്ങി 65 റൺസിനിടെ ഡൽഹിയുടെ 5 പ്രധാന വിക്കറ്റുകൾ വീഴ്ത്താനും ലക്നൌവിന് സാധിച്ചു. ഇതിനുശേഷമാണ് ടീം കളി കൈവിട്ടത്. ഡെത്ത് ഓവറുകളിലെ ലക്നൌവിന്റെ ഗെയിം പ്ലാന് പാളി എന്നതാണ് വസ്തുത. അശുതോഷ് ശർമ്മയുടെ പ്രകടനമാണ് ഡൽഹിക്ക് അത്ഭുതകരമായ ഒരു ജയം സമ്മാനിച്ചതും. ആദ്യത്തെ 20 പന്തിൽ 20 റൺസാണ് താരം നേടിയത്. പിന്നീട് ഗിയർ മാറ്റിയ താരം 31 പന്തിൽ 5 വീതം 6ഉം 4ഉം ഉൾപ്പെടെ 66 റൺസോടെ പുറത്താകാതെ നിൽക്കുകയായിരുന്നു. വിപ്രാജ് നിഗം 15 പന്തിൽ 5 4ഉം 2 6ഉം ഉൾപ്പെടെ 39 റൺസ് നേടിയതും മത്സരത്തിൽ വഴിത്തിരിവായി. നായകൻ എന്ന നിലയിൽ ഋഷഭ് പന്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു. മികച്ചൊരു ക്യാച്ച് നേടിയത് മാറ്റി നിർത്തിയാൽ ലക്നൌവിന്റെ ആകെയുള്ള പ്രകടനം നിരാശപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. ഡൽഹിയോടേറ്റ തോൽവി ഋഷഭിന് വലിയ നാണക്കേടും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാവുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരം ഋഷഭിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ലക്നൌവിന്റെ അടുത്ത എതിരാളികൾ. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഭംഗിക്കിട്ട ഹൈദരാബാദ് രണ്ടാം മത്സരത്തിൽ ലക്നൌവിന് വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഋഷഭിനെ സംബന്ധിച്ച് വരുന്ന മത്സരം വളരെ പ്രധാനപ്പെട്ടതാണെന്നതിനെ നിസ്സംശയം പറയാം.